ഹലോ! അപ്പൊ നമ്മളിവിടെ വന്നിറങ്ങിട്ടോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് പേൾ ഖത്തറില് തന്നെ ക്രിസ്റ്റൽ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് നടക്കാന്ന്. ചെല്ലുമ്പോ തന്നെ റമദാൻ മുബാറക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആർച്ചൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് എവിടെയാണ് മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഐലൻഡ് ആണ് ട്ടോ. ഇതിന്റെ അടുത്താണെങ്കിൽ ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽസും അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട് ട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ബ്രിഡ്ജും കൂടി ഉണ്ട് ട്ടോ. അത് കടന്നിട്ടാട്ടോ നമ്മൾ ഇവിടേക്ക് എത്തിയത്. ചെല്ലുമ്പോ തന്നെ ചെറിയ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടോ, ഞാനിത് കണ്ടപ്പോ എടുത്തതാട്ടോ. ഇവര് ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ അത് റെഡിയാക്കിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ക്രിസ്റ്റൽ വാക്ക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. അതിന്റെ സെന്ററിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സൈഡിലോട്ട് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ചെല്ലുമ്പോ തന്നെ അടിപൊളി ആ ഒരു ലൈറ്റും അത് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്റ്റൽ ലോക്ക് നിർമ്മിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് ഫ്ലാറ്റുകളുടെ ഇടയിലായിട്ട് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ട്ടോ. ഈ ഒരു ക്രിസ്റ്റൽ വാക്ക് ആരംഭിച്ചതെന്ന് പറഞ്ഞാല് ഒരുപാട് നാളായിട്ടൊന്നുമില്ല ട്ടോ. ഈ 2024 നവംബർ സമയത്തൊക്കെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളി എയർ കണ്ടീഷൻ ആണ് ട്ടോ. അതുകൊണ്ട് തന്നെ ഖത്തറിൽ എത്ര കഠിന കാലാവസ്ഥയാണെങ്കിൽ പോലും സന്ദർശകർക്ക് ഒരു സുഖാവുന്ന രീതിയിലാണ് ട്ടോ ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇതിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ട്ടോ. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ട്ടോ. ഗ്ലാസ് വെച്ചിട്ട് ഉള്ളില് ഫുള്ള് ക്രിസ്റ്റലാണ് ട്ടോ. നല്ല രസമുണ്ട് ട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മള് വീഡിയോയില് കാണുന്നതിലും അടിപൊളിയാണ് നേരിട്ട് കാണാൻ വേണ്ടി. മരുഭൂമി, മഞ്ഞ്, വനം, കടല്, യന്ത്രങ്ങള് അതുപോലെ തന്നെ 5 വ്യത്യസ്ത തീമുകളിലാണ് ട്ടോ ഈ ക്രിസ്റ്റൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എല്ലാതും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് ട്ടോ അവര് റെഡിയാക്കിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ലൈറ്റനിങ് ആണ് ട്ടോ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മള് ഇതിന്റെ അടുത്തോട്ട് പോയിട്ടോ. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ട്ടോ. ഈ ഒരു ഐലൻഡും അതുപോലെ തന്നെ ക്രിസ്റ്റൽ വാക്വയൊക്കെ നിർമ്മിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ് ട്ടോ. അതായത് UDC എന്ന് പറയും. അപ്പോ ആ ഒരു കമ്പനിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതിലുള്ള ബിൽഡിങ്സിന്റെ ഒക്കെ മിനിയേച്ചർ ആണ് ട്ടോ ഇവിടെ ഈ കാണിക്കുന്നത്. ഈ ഒരു മിനിയേച്ചറും ഫ്ലോറിൽ ചെയ്ത പോലെ തന്നെ ഫുള്ള് ക്രിസ്റ്റൽ വെച്ചാണ് ട്ടോ അവര് റെഡിയാക്കിയേക്കുന്നത്. ഈ ലൈറ്റനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റൽസ് ഒക്കെ ശരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നില്ല. ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും ആ ഒരു മിനിയേച്ചർ ചെയ്തേക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് ട്ടോ. ഞാനങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ കണ്ടപ്പോ നോക്കാന്ന് ട്ടോ. അത് കടലിന്റെ അടിയിലുള്ള തീമാന്ന് ട്ടോ ഇതില് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായിട്ട് ടീ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. അവിടെ കൂടുതൽ അറബികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ ഖത്തറിൽ വന്നിട്ട് ഏത് സ്ഥലത്ത് നോക്കിയാലും അവിടെ ആണെങ്കിൽ ടീ ഷോപ്പും ഒരു റിലാക്സേഷന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ട്ടോ. അങ്ങനെ നോക്കുമ്പോ ഇവിടെ കുട്ടികൾക്ക് പറ്റിയൊരു സ്പോട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുള്ളി ഇവിടെ അൽക്കോസ് മേക്കിംഗ് എന്നാണ് ട്ടോ കാണുന്നത്. അങ്ങനെ കൊട്ടയൊക്കെ നെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചുറ്റൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കെ. ഈ പുള്ളി ഇവിടുന്ന് കൊട്ടയൊക്കെ നെയ്യുന്നത് വളരെ സാവധാനത്തിലാന്ന് ട്ടോ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സിലുള്ള കളേഴ്സും ഒക്കെ കൂടിയിട്ടാണ് ട്ടോ അവര് കൊട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് അവര് ഉണ്ടാക്കുന്നത് കാണാൻ. പിന്നെ അതാ കുട്ടികൾ അവിടുന്ന് ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും അവർക്കായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതല്ലെങ്കില് ഡ്രോയിങ്സോ അല്ലെങ്കില് എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മള് കാണലുണ്ട് ട്ടോ. അത് നല്ലതായിട്ട് എനിക്കങ്ങനെ തോന്നി. പിന്നെ അതുപോലെ ദേ ഈ കുട്ടികള് എന്നെ പോസ് ചെയ്യാന്ന് ട്ടോ വീഡിയോ എടുക്കണ കണ്ടപ്പോ. അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് കേൾക്കുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മളത് കാണാന്ന് വിചാരിച്ചിട്ട് നിക്കാന്ന് ട്ടോ. ആള് ഞാൻ വീഡിയോ ആയിട്ട് ചെന്നപ്പോ തന്നെ പ്ലേ ചെയ്തൊക്കെ കാണിച്ചു തന്നു. നിങ്ങളെ ഒരുപാട് കേൾപ്പിച്ചിട്ട് ബോറടിപ്പിക്കണ്ടാന്ന് വെച്ചിട്ടാണ് ട്ടോ. അങ്ങനെ പിന്നെ ആളോട് നമ്മള് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞപ്പോ ആൾക്ക് വളരെ സന്തോഷായി. അതുപോലെ തന്നെ ഇതിന്റെ അടുത്തായിട്ട് വേറൊരു ലേഡി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കണ്ടു ട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മാസ്ക് ഒക്കെയാന്ന്. മാസ്ക് തന്നെയാണ്, പക്ഷേ ഇത് ഐ മാസ്ക് ആണ് ട്ടോ. അവര് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അവര് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ വെച്ചങ്ങായിട്ട് ഞാനപ്പോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കേണ് ട്ടാ. ഇത് വിൽക്കാനാണോ വെച്ചേക്കുന്നതെന്നൊക്കെ.
സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കൾച്ചറൽ എക്സിബിഷനും കൂടി നടക്കുന്നുണ്ട് ട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ വാക്കിന്റെ പല സൈഡിലായിട്ട് ഒരാള് പോട്ട് മേക്കിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കലായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഐ മാസ്കും കൂടെ സെറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെ അവര് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ട്ടോ. അപ്പൊ ഞാന് ഓരോന്നായിട്ടൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണേണ് ട്ടാ. അപ്പൊ അവര് കറക്റ്റായിട്ട് അത് ഡ്രോയിങ് ചെയ്ത് അളവൊക്കെ കറക്റ്റ് ഇതിലായിട്ടാണ് അവര് റെഡിയാക്കുന്നത്. നല്ല നൈസായിട്ടുള്ളൊരു പേപ്പറും ക്ലോത്തൊക്കെ വെച്ചിട്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പാന്ന് പറഞ്ഞാല് അവര് പറഞ്ഞതെന്ന് പറഞ്ഞാല്, പണ്ട് കാലഘട്ടത്തില് ഈ അറബിക് സ്ത്രീകളൊക്കെ ബുർക്ക വരുന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഐ മാസ്ക് ആയിരുന്നു ട്ടോ. അതുപോലെ തന്നെ അതിലൊരു മാസ്ക് എടുത്തപ്പോ അവര് കയ്യില് മഷിയാവുന്നൊക്കെയാട്ടോ അവരെന്റെ അടുത്ത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത തരത്തിലും അതുപോലെ മഷിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ മഷി ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളതിന്റെ ഒരു സംഭവം എനിക്ക് എന്താന്ന് മനസ്സിലായില്ല ട്ടോ. അതുപോലെ തന്നെ അവര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ ഈ ഐ മാസ്കിന്റെ മെഷർമെന്റ് അളക്കാൻ വേണ്ടി എടുക്കുന്നത് അതൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ടൊക്കെ അവര് പറയുന്നുണ്ട് ട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ള സ്ത്രീകൾക്കും അതുപോലെ ചെറിയ മക്കൾക്കും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഇതൊക്കെയാണ് ട്ടോ അവര് അതിനെക്കുറിച്ചുമായിട്ടാണ് എനിക്ക് പറഞ്ഞിരുന്നത്. ഖത്തറിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ട്ടോ ക്രിസ്റ്റൽ വാക്വേ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങിട്ടോ അങ്ങനെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ ബൈ.